Watch India's largest kids library only on Jio Hotstar. Download the app now. അല്ല ചായക്കടയൊക്കെ അടച്ചു പൂട്ടിട്ട് ഇപ്പൊ പുതിയതായിട്ട് വർക്ക്ഷോപ്പാണോ തുടങ്ങിയിരിക്കുന്നേ? നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? നാളെ സ്കൂട്ടർ റേസ് വെച്ചിരിക്കുക. അതിൽ ജയിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനം. വേറൊരു കാര്യം എന്താണെന്നാൽ നമ്മുടെ ഡോക്ടറും അയാളുടെ ഫ്രണ്ടും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ സമ്മാനോ? എങ്കിൽ ഞാനും റേസിൽ പങ്കെടുക്കുന്നതാണ്. നിങ്ങൾ ഈ സ്കൂട്ടർ റേസ് ജയിച്ചു വരികയാണെങ്കിൽ സമോസ എല്ലാ കാലത്തും ഞാൻ ഫ്രീ ആയി തരാം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ സ്കൂട്ടർ ഇല്ലല്ലോ. ജീവിതകാലം മുഴുവൻ ഫ്രീ സമൂസയോ? പത്തലും വന്ന് ചിന്തിച്ചു നോക്ക്. അതായത് ഡോക്ടർ ജഡ്ക റേസിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം ഒരു സ്കൂട്ടർ ഉണ്ടായിരിക്കണം. ഐഡിയ. ഞാൻ വെറുതെ വിടില്ല. ഡോക്ടറെ വണ്ടി കിടിലനാവണം. നമുക്ക് റേസ് പൊളിച്ചെടുക്കണം. ശാരീരികമായിട്ട് വൈകല്യമുള്ളവർക്ക് പോകാൻ പറ്റിയ രീതിയിൽ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് 1 ലക്ഷം രൂപ കിട്ടുമല്ലോ. പൊളിച്ചെടുക്കണം. നാളെ നമുക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനം. ഡോക്ടർക്ക് ഒരു കാര്യം അറിയോ? എന്റെ 20 വർഷ അനുഭവത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് 1 ലക്ഷം രൂപ സമ്മാനം കിട്ടാൻ പോണേ. എന്നാ ശരി, നമുക്ക് നാളെ റേസിലെ കാണാം. 1 ലക്ഷം രൂപയാണ്, പൊളിച്ചെടുക്കണേ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണം കേട്ടോ. ഞാൻ പതുക്കെ ആ സ്കൂട്ടർ ഓടിച്ച് പുറത്ത് വന്ന് നിൽക്കാം. ഒരു കാര്യം പറഞ്ഞല്ലോ, 1 ലക്ഷം രൂപയുടെ കാര്യം ആലോചിച്ച് സ്കൂട്ടറിന്റെ കാറ്റടിക്കാൻ മറന്നുപോയി. ആദ്യം ഇതൊന്ന് അടിച്ചേക്കാം. ഈ ലൈറ്റ് ആരാ ഓഫാക്കിയത്? ഇതെങ്ങനെ ഇവിടെ വന്നത്? ഞാനൊരു കാര്യം മറന്നു. ആദ്യം അതൊന്ന് പോയി ശരിയാക്കണം. മോട്ടോ ഇവിടെ കാണുന്നില്ലല്ലോ. എടോ, താനാ മച്ചിലിരുന്ന് എന്തെടുക്കുക? സ്കൂട്ടർ താഴെയല്ലേ ഉള്ളത്? ഒന്ന് വേഗം വാ, നമുക്ക് സ്കൂട്ടർ എടുത്തോണ്ട് പോവാം. ആരെങ്കിലും വരും. ജീവിതകാലം മുഴുവൻ ഫ്രീ സമൂസ തരുന്നു പറഞ്ഞ കാര്യം മറക്കരുത്. ആദ്യം റേസ് ജയിക്കാൻ നോക്ക്. മോട്ടു പത്ലുണ്ട്. ഈ സ്കൂട്ടറും ഡോക്ടറെ സ്കൂട്ടറും കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും തയ്യാറല്ലേ? റെഡി? എന്നെ കൊല്ലരുത്. ഞാനല്ലേ ഈ സ്കൂട്ടർ മോഷ്ടിച്ചത്. പൊളിച്ചെടുത്തല്ലോ. അയ്യോ, എന്റെ മരമണ്ട മോട്ടു, റേസ് തുടങ്ങാനാണ് വെടിവെച്ചത്. ഒന്ന് വേഗം വന്ന് കിക്ക് ചെയ്യ്. എന്നെ കിക്ക് ചെയ്യാനല്ല പറഞ്ഞ, സ്കൂട്ടറിനെ കിക്ക് ചെയ്യാനാ പറഞ്ഞത്. അതിന് ഞാൻ ഇതിലെവിടെയും കിക്കർ കാണുന്നില്ലല്ലോ. ഐഡിയ. മോട്ടു, ഒന്ന് വേഗം വാ. അവിടെ നിൽക്ക്, ഞാനും വരുന്നു. വേഗം വാ. നമുക്കിപ്പോ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. വേഗം വാ. ഇന്നാ ഒരു കൈത്താങ്ങ. ഐഡിയ.
ഹലോ ഡോക്ടർ ചക്ക, എടോ നിങ്ങളത് എവിടെയാണ്? ഇവിടെ റേസ് തുടങ്ങിക്കഴിഞ്ഞല്ലോ. ആരംഭിച്ചാൽ എന്തായി, ഇല്ലെങ്കിലും എന്തായി, എന്റെ സ്കൂട്ടർ മോഷണം പോയടോ. പൊളിച്ചെടുത്തല്ലോ. അപ്പൊ ഇവിടെ റേസിൽ മോട്ടു പത്തിൽ ഓടിക്കുന്ന സ്കൂട്ടർ നിങ്ങളുടെ തന്നെയാണല്ലേ? ഡോക്ടറെ, അവരിപ്പോ റേസിൽ നിങ്ങളുടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കാണ്. എന്തോ എന്റെ സ്കൂട്ടർ മോഷ്ടിച്ച് അവര് റേസിൽ പങ്കെടുക്കുവാണെന്നോ? അവര് അതിന് സമ്മതിക്കരുത്. ഡോക്ടറെ, അവന്മാർ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഡോക്ടറെ വേഗം വന്നേ, വേഗം വാ. എന്റെ പൊന്നു മോട്ടു, ഒന്ന് സ്പീഡ് കൂട്ടേ, സ്പീഡ് കൂട്ടേ. ഞാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇത് പോവട്ടെ. ഓ, ഇതുള്ളത് കാരണം കൊണ്ടാണ് സ്പീഡ് കുറയുന്നത്. ഇതങ്ങ് അഴിച്ചു മാറ്റിയേക്കാന്നേ. എന്താ ഇവിടെ ചെയ്യുന്നേ? വേഗം പോയി സ്കൂട്ടറിനെ പിടിക്ക്. എങ്ങനെ നിർത്താനാ? അതിന് എന്റെ കയ്യിൽ റിമോട്ട് ഒന്നും ഇല്ലല്ലോ. എടോ, താൻ കണ്ടില്ലേ എന്റെ സ്കൂട്ടർ വരുന്നത്? സ്കൂട്ടർ താഴെ വരുമ്പോഴേക്ക് നമുക്ക് മുകളിൽ നിന്നൊക്കെ എഴുതി ചാടണം. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടറെ, നമുക്ക് മുകളിലേക്ക് എങ്ങനെ ചാടാൻ കഴിയാ? ഇവിടുന്ന് നമുക്ക് താഴേക്കല്ലേ ചാടാൻ പറ്റൂ ഡോക്ടറെ? എടോ മന്ദബുദ്ധി, ഞാൻ സ്കൂട്ടറിന്റെ മുകളിലോട്ട് ചാടണമെന്നാ പറഞ്ഞത്. ഈ റേസിൽ എനിക്ക് ആ സ്കൂട്ടർ കിട്ടുവാണെങ്കിൽ ആ മോട്ടൂനും പത്തലൂനും ഞാൻ ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ല. കണ്ടോ? ഈ ബട്ടൺ അമർത്തി നോക്കാം. ഓ, ഇതോ വരുന്നു. പിഴച്ചു. പിടിക്ക്. ഇതിനെങ്ങനെ പിടിക്കാം? രക്ഷപ്പെട്ടു. യെസ്, ഇപ്പൊ പിടികിട്ടി. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂട്ടർ മിസൈൽ പോലെ പോകും. അപ്പൊ നമ്മൾ തന്നെ ജയിക്കും. ഇതെന്താ സംഭവിക്കുന്നത്? രക്ഷപ്പെട്ടു. ഓടി ഓടി നമ്മൾ അതിർത്തി വരെ ഓടിക്കഴിഞ്ഞു. ഇനി എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാണ്? എന്റെ ഡോക്ടറെ, നമ്മൾ എത്ര ദൂരം വെച്ച് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക? ഒരു ലക്ഷ്യം വേണ്ടേ? എടോ, സ്കൂട്ടറിനകത്ത് റോക്കറ്റ് വെച്ച് സ്പീഡിൽ പോകാൻ വേണ്ടി ഇപ്പൊ റോക്കറ്റിനകത്ത് എങ്ങനെയാ രക്ഷപ്പെടുവാന്ന് എനിക്ക് അറിയില്ലടോ. ഇത് വല്ലാത്ത മരണമായി പോയടേ. ഡോക്ടറെ, എന്റെ 20 വർഷ അനുഭവത്തിൽ കൂട്ടുകാരാ, ഇപ്പൊ നമ്മൾ ദൈവത്തിന് തുല്യരായിരിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. കൊള്ളാ, നമ്മള് വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? നമ്മുടെ ദേഹത്ത് വീണത് വെറും പൗഡർ. പക്ഷെ നമ്മൾ മുകളിലേക്ക് മോട്ടോ, ഒരു നല്ല ഐഡിയ താ. ഈ സ്കൂട്ടറിന്റെ സ്പീഡ് ഒന്ന് കൂട്ടാൻ. വയറ്റിൽ ഒന്നുമില്ലെങ്കിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. അതുകൊണ്ട് നീ തന്നെ ഒരു ഐഡിയ പറ. ഐഡിയ, അടുത്തുള്ള ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വണ്ടി ബോക്സറിനെ പോലെ പറക്കും. രക്ഷിക്കണേ. എടാ, നീ ഏത് ബട്ടണാണ് അമർത്തിയത്? എന്റെ പൊന്നു മോട്ടോ, അവിടെ എന്താ ചെയ്യുന്നത്? റേസ് ഇവിടെയാണ്. അടുത്തത് ഏത് ബട്ടണാ? ഇത്. നീ വണ്ടി ഓടിച്ചത് മതി. ഇനി ഞാൻ ഓടിക്കട്ടെ, നീ പുറകിലിരി. നിന്റെ ഡ്രൈവിംഗ് ഒട്ടും ശരിയല്ല. ഒരുപക്ഷെ ഈ ബട്ടൺ അമർത്തിയാൽ ഈ സ്കൂട്ടർ കുതിരയുടെ വേഗത്തിൽ അങ്ങ് പോയിക്കോളും. ഇത് സ്കൂട്ടറാണോ അതോ കുതിരയാണോ? ഇപ്പൊ ശരിക്കുള്ള ബട്ടൺ ഏതാന്ന് മനസ്സിലായി. ഇനി റോക്കറ്റ് പോലെ പോകുന്നത് നീ കണ്ടോ?
പൊളിച്ചെടുത്തല്ലോ. എന്റെ ഈ 20 വർഷ അനുഭവത്തിൽ ഒരിക്കലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഈ മത്സരത്തിൽ ആദ്യമായി ജയിച്ചത് ചായമാഷേ. ഞങ്ങൾ ആദ്യം വന്ന് സമ്മാനം ഞങ്ങൾക്കിതാ. ഇത് സ്കൂട്ടർ റേസ് കോമ്പറ്റീഷൻ അല്ലേ? നിങ്ങൾ ഏത് വണ്ടിയിലാ വന്നത്? അതിൽ ടയറും ഇല്ല, സീറ്റും ഇല്ല, ഹാൻഡിൽ മാത്രം ഉണ്ടായിരുന്നു. ഇതിനെ ഒരു സ്കൂട്ടർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സമ്മാനം ഞങ്ങൾക്ക് തന്നെ വേണം. സമ്മാനം വേണമെന്ന് ഞാൻ തരാം. നിങ്ങൾക്കുള്ള സമ്മാനം പിടിക്കവരെ. Watch India's largest kids library only on Jio Hotstar. Download the app now.